Hey guys, welcome back to our channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വെറൈറ്റി ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ്, ഈ ഒരു പൊടിച്ചെമ്മീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോണേട്ടാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ ഒരു ചെമ്മീൻ നമുക്ക് കാണുമ്പോൾ തന്നെ കിള്ളാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കുള്ളൂ ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഞാനൊക്കെ കിള്ളാൻ നേരത്തൊക്കെ 2-3 പീസായിട്ടൊക്കെ ഇത് പോകട്ടെ, ശരിക്കും അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടാറില്ല, കാരണം അത്രയും പൊടി ചെമ്മീനാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ഒന്നും ചെയ്യാണ്ട് വെറുതെ ജസ്റ്റ് തല മാത്രം കളഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ തലയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്തിരി ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണേണ്ട ഗൈസ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാട്ടോ. അപ്പോൾ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഞാൻ അതേ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ. നമുക്ക് വളരെ എളുപ്പമുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കിള്ളിയൊന്നും പാടുവേണ്ട, തല മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് കളഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്തിരി നേരം അതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ നമ്മൾ മസാല മേക്കിങ്ങിൻ്റെ വീഡിയോ ആദ്യം മുതൽ എടുക്കാൻ മറന്നു എന്ന്. ഓൾറെഡി ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ തക്കാളിയും സവാളയും എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേട്ടോ. സത്യം പറയാല്ല, മറന്നു വീഡിയോ എടുക്കാൻ, അതുകൊണ്ട് പകുതിക്കാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ്റെ മസാല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് മൂക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ്റെ ഇതിനകത്തേക്ക് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ തോരന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം, നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്. അപ്പോൾ എനിക്കധികം ചെമ്മീൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു അരമുറി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെമ്മീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മസാല മിക്സൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ അധികം എരിവ് ഇട്ടിട്ടില്ല, ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റംസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത് ഇട്ട് കൊടുത്തത് നമ്മുടെ ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഞാൻ ഇത്തിരി ആവശ്യത്തിന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കണ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഒരു വെറൈറ്റി തോരനാട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ അപ്പുറത്തെ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ്റെ ഇതാട്ടോ ഫ്രൈ ചെയ്തിട്ടുണ്ടേ. അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തത് നമ്മുടെ ഈ മസാല മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഒറ്റക്കാണ്ട ഞാൻ വീഡിയോ എടുക്കുന്നത്, അത് കാരണം അതിൻ്റെ കുറച്ച് സാങ്കേതിക പ്രശ്നം വീഡിയോയിൽ കാണാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ നമ്മളിത് ഇപ്പോൾ ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ലൈറ്റായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി, ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതാക്കണ്ട. അപ്പം ഞാൻ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിൽ ഇട്ടിട്ടുണ്ട്.
ഗൈസ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ ചെമ്മീൻ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് ആ തേങ്ങാപ്പീരൊക്കെ വന്നപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്, ഒന്നും പറയാനില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ മാക്സിമം. അതുപോലെ തന്നെ വളരെ എളുപ്പമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്കിത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനപ്പോൾ ഇത്തിരി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിനകത്തേക്ക് ഇതേ മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് update ആയിട്ട് ലഭിക്കും. So thank you for watching my video and love you and bye.